എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് തന്നെ, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നോ? ഗീതേച്ചി പറയാം, എൻ്റെ വിജയെ എന്നെ ഇവിടെ ഇരുത്തത്തില്ലയോ. ഗീതേച്ചിക്ക് ഇതുപോലെ മാർക്കറ്റൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്തോ അന്നേരം പോയി തൂത്തുവാരി വീഡിയോ എല്ലാം എടുത്തു. ഒത്തിരി ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ സ്റ്റാൻഡും കൊണ്ട് പോയിട്ട് എല്ലാവർക്കും മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല ഞാനിങ്ങനെ കൈ കൊണ്ടാണ് മൊബൈൽ എടുക്കുന്നത്. അന്നേരം ആർക്കും അങ്ങനെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാണുക. അപ്പം ഞാൻ ഇതിൽ സൺഡേലത്തെ അന്ന് മാർക്കറ്റ് പോകണ അതിന് മുമ്പിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. സൺഡേലത്തെ ഞാനിവിടെ ഇവർക്കൊക്കെ പിന്നെ ഫുഡ് കൊടുത്തിട്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞില്ലേ, അതും കൂടെ ഇത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം എന്നോട് സീത ലക്ഷ്മി പറഞ്ഞ, ചേച്ചി ബീഫ് വിന്താലുവിൻ്റെ റെസിപ്പി ഇടുവാമെന്ന്. ഞാനത് പണ്ട് ബീഫ് വിന്താലു കൊണ്ടിട്ട് ഇവിടെ അങ്ങനെ ബീഫ് വിന്താലു ഈ പിള്ളേർക്കൊക്കെ താല്പര്യമില്ല. ഇനിയിപ്പോൾ അറിയത്തില്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പിട്ടാണ് അത്. പിന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. നോക്കട്ടെ കേട്ടോ. ബീഫ് നമ്മൾ ഇവിടെ അടുത്തില്ല, നമുക്ക് ബീഫ് ഇത്തിരി ദൂരെ പോകാൻ സമയമുണ്ടെങ്കിൽ പോയി ഞാൻ ഉടനെ അത് ഇടാൻ നോക്കാം കേട്ടോ. ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല ഇത്ര ഇപ്പോൾ ഇടുമെന്ന്. പിന്നെന്താ, പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് തോന്നുന്നു. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തെ. അപ്പോഴേ കഴിഞ്ഞ ദിവസമേ ഇങ്ങനെയും ചില മനുഷ്യരുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുക. ഞാനിവിടെ ഇപ്പം നേരത്തെ അനുവായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഞാൻ ചിന്തിച്ചിപ്പോൾ അനുവിനെ അങ്ങനെ മാസത്തിൽ ആൾക്കാരെ വെക്കുന്നതിനേക്കാൾ നമുക്ക് നല്ലത് ഇതാ. വീടും നന്നായിട്ട് ക്ലീൻ ആവും. കാരണം നമ്മളിപ്പോൾ ഒരു മാസത്തിൽ ഒരാളെ വെക്കുകയാണെങ്കിൽ അവരിങ്ങോട്ട് വന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പടാപട്ട് ഒന്നും നീക്കി തൂക്കത്തൊന്നുമില്ല. നമ്മൾ നീക്കി കൊടുക്കുകയാണെങ്കിലേ അവർ തൂക്കത്തുള്ളൂ. തൂത്തു പെട്ടെന്ന് അങ്ങ് പോകും. ഇതെന്ന് പറയുന്നത് നമുക്കെല്ലാം മാറ്റി 1 മണിക്കൂർ കൊണ്ട്. ഇപ്പം സ്നാബിറ്റുകാർ ഇത്തിരി റേറ്റ് കൂട്ടി, ഇച്ചിരി ഹെർബൻകാർ ഇപ്പോഴും അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഞാൻ എന്നും തൂക്കും. പിന്നെ ഈ നടുവിൻ്റെ പ്രശ്നമായതുകൊണ്ടങ്ങ് കട്ടലിൻ്റെ ഒക്കെ കീഴിലോട്ടൊക്കെ നമുക്ക് ചൂലിട്ട് ഇങ്ങനെ കുനിഞ്ഞു കിടന്ന് തൂക്കാൻ ഞാൻ ചെയ്തില്ല. അതിപ്പോൾ ആഴ്ച ഒരു ദിവസം ഇവരെ വിളിച്ച് ഇങ്ങനെ അകത്തോട്ടൊക്കെ ഇട്ട് തുടയ്ക്കും. അങ്ങനെ ചെയ്യും. ഞാൻ ചിന്തിച്ച് അതാ നല്ലതിപ്പം. അപ്പോൾ കഴിഞ്ഞ ഇന്ന് വന്നത് ഹെർബനി എന്നുള്ളൊരു സ്ത്രീയായിരുന്നു. ഒരു ഇത്തിരി പ്രായമുള്ളവരായിരുന്നു. മറ്റേത് 2 പ്രാവശ്യം ഞാൻ വിളിച്ചതിന് മുമ്പിട്ട് ഒരു ഇത്തിരി പ്രായമുള്ള സ്നാബിറ്റിൽ നിന്നൊരു സ്ത്രീ വന്നേ. അവർ വന്നു. ഞാൻ OTP നമ്പരൊക്കെ കൊടുത്തു. സാധാരണ ഇവരെല്ലാവരും വരുന്ന ഉടനെ ബാഗ് ദർവാജ നമ്മുടെ കഥകിൻ്റെ അവിടെ വെക്കുന്നത്, അവർ കൊണ്ടുവരുന്ന ബാഗ്. അപ്പോൾ ഞാൻ അത് കണ്ടു. എന്നിട്ട് ഇത്തിരി ഞാൻ പോളിൻ്റെ അവർ തൂത്തോണ്ടിരുന്നുണ്ടെങ്കിൽ പോളിൻ്റെ ഗിറ്റാർ അവിടെ ഇരുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി ഇങ്ങോട്ട് വെക്കാൻ നേരം അവരുടെ മൊബൈലും അവിടെ ഇരിക്കുന്നു. ഞാൻ പറയോ, നീ മൊബൈലും ഈ തറയിൽ ഇങ്ങനെ ഇട്ടിരുന്നു, ആ മേശപ്പുറത്ത് വെക്കുന്നത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ എല്ലാവരും എങ്ങനെയുള്ള സ്വഭാവക്കാരാണെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് തറയെ വെച്ചതാണ്. എന്നിട്ട് അവരെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഈ 1 മണിക്കൂറൊക്കെ ചെയ്യുന്നുണ്ടേ എന്തോന്നേലും ഒരിത്തിരി വെള്ളം കൊടുക്കാതെ വിടുന്നത് എങ്ങനെയാണ്. ഞാൻ അപ്പോൾ ആർക്കാ ജ്യൂസ് വേണ്ടിയൊക്കെ ജ്യൂസ്, കോഫി വേണ്ടി ചോദിക്കും. ഞാൻ തന്നാൽ കുടിക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞാൽ കുടിക്കാമെന്ന് പറഞ്ഞാൽ അന്നേരം അവർക്ക് കോഫി ആയിട്ട് കൊടുത്താൽ കോഫി കൊടുത്തിട്ട് ഞാൻ സാധാരണ ഇവിടെ ഈ മുറിയിൽ ഇവിടെ ഈ ചേറയിൽ വന്നിരിക്കാൻ പറയും. ഞാൻ അന്നേരം എനിക്ക് അന്ന് ജോലികൾ ഇത്തിരി ഉണ്ടായിരുന്നു. ഞാൻ കോഫി കൊടുത്തിട്ട് നോക്കിയോണ്ട് അവരവിടെ നമ്മൾ കിച്ചൻ്റെ വാതിക്കലോട്ട് തറയിലോട്ട്. ഞാൻ പറയും വേണ്ട, അകത്ത് വന്നേരം. അവർ വേണ്ട നീ ഇവിടെ നിൽക്കുമല്ലേ, ഞാനിവിടെ ഇരുന്നോളാം. അവിടെ തറയിൽ അവിടെ ഇരുന്ന് കുടിച്ചോണ്ട് അവരെന്നോട് പറയാ. അവർ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പിട്ട് ഇവിടെ അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ വലിയ റൂമുകൾ. ഇവിടെ ഞങ്ങളുടെ ഈ സൊസൈറ്റിയിൽ 2 റൂം, അങ്ങനെ 3 റൂമുള്ള എങ്ങുമില്ല. അപ്പോൾ അത് വൈറ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. അവിടെ 3 റൂമും അവർ പറഞ്ഞ അവൾക്കവിടെ ഇങ്ങനെ കോൾ വന്ന് അവൾ പോയതാണ്. 3 റൂം, ഹോള്, കിച്ചൺ. അന്നേരം അവർ 2 മണിക്കൂറത്തേക്കിനാണ് വിളിച്ചത്. എന്നിട്ട് അടുത്ത് പറഞ്ഞ്, മാഡം അത്രയും തൂത്തു വരണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കും. നമ്മളിപ്പം അവർ പക്ഷേ വൃത്തിയായിട്ട് ചെയ്യുന്ന സ്ത്രീയായിരുന്നു. അവരെല്ലാം നീക്കി മാറ്റി ചെയ്യുന്ന സ്ത്രീയായിരുന്നു. അത്രയും ചെയ്യുമ്പോൾ സമയം പോവും. അപ്പോൾ എന്നിട്ട് കുറേ പാത്രങ്ങളും കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത്, എനിക്ക് പാത്രം കഴുകുന്നതിനോട് ബുദ്ധിമുട്ടില്ല, പക്ഷേ ആ പാത്രത്തിൽ കഴിച്ച പാത്രം ഒരിച്ചിരി വെള്ളം പോലും ഒഴിച്ചിട്ടിട്ടില്ല. കാരണം അത് പിന്നെ ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് കഴുകാവുന്നവർക്കും പ്രയാസമല്ലേ. വേലക്കാരെ നമ്മൾ വിളിക്കുന്നതെന്നും പറഞ്ഞ് അവരും മനുഷ്യരല്ലേ. നമ്മളൊന്നും ഓസിനായിട്ട് കൊടുക്കുന്നില്ല, അവർ കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ പൈസ കൊടുക്കുന്നത്.
അപ്പോൾ ഇവർ ഈ തൂത്ത് വന്നപ്പോൾ തന്നെ സമയമായണ്ടേ അവിടുത്തെ ആ സ്ത്രീ ഇത്തിരി എന്നേക്കായി പ്രായം കുറവുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അവർ ഉടനെ ആ കമ്പനിക്കാരെ വിളിച്ച് പറഞ്ഞു, ഇത്രയും സമയമായി ഇവളിവിടെ സമയം അങ്ങോട്ട് ചൊരുക്കി ചെയ്യുന്നില്ല, ദാണ്ട എനിക്കിനി പാത്രം കഴുകാനുണ്ടെന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സാറ് ഇവളെ വിളിച്ച് പറഞ്ഞു, നീ എന്തോ അങ്ങനെ പറയുന്നത്, കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരല്, നീ ചെയ്യാനുള്ളത് കറക്റ്റ് പെട്ടെന്ന് ചെയ്ത്. അന്നേരം അവർ പറഞ്ഞു, ഇത് 3 റൂമുണ്ട്, ഹോളുണ്ട്, പാത്രങ്ങളും ഇങ്ങനെയൊക്കെ. അന്നേരം അങ്ങനെ പറഞ്ഞു, നീ നിൻ്റെ സമയത്ത് നീ ഇസ്തിരി ചെയ്യണ്ട, നീ അങ്ങ് ചെയ്യാനുള്ളത് ചെയ്തിട്ട് വാ. അപ്പോൾ എന്നിട്ട് അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ പാത്രം കഴുകാൻ വന്ന് നിൽക്കുക. പാത്രം കഴുകുന്ന ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നു, ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം നിനക്ക് പെട്ടെന്ന് ചെയ്യാമോ അങ്ങനെ പറയും. ഇവരിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരന്ന് അവിടുന്ന് കരഞ്ഞിറങ്ങിയെന്ന് പറയുന്നു. അവർ എന്നോട് പറഞ്ഞപ്പോഴും അവർ കരയുക. അവർ പറയാൻ കാര്യം, നീ എന്നെ എന്ത് ഇതായിട്ടാണ് നീ എന്നെ സൽക്കരിച്ചത്, നീ എന്നോട് ഇടപെട്ടത്, നിനക്ക് മനസ്സിലാവും, ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് നീ മനസ്സിലാവുന്നുണ്ട്. അവരത് മനസ്സിലാവുന്നില്ല. 3 റൂമും ഹോളും കിച്ചണൊക്കെ നല്ലതായിട്ട് തൂത്ത് വരണമെങ്കിൽ സമയം എടുക്കത്തില്ലേ. എന്നിട്ട് ഇവർ പാത്രം കഴുകിയിട്ട് ഇവർ പറഞ്ഞു, നീ പാത്രം കഴുകിയിട്ട് എല്ലാം തുടച്ചവിടെ ഉണങ്ങാൻ വെക്കണമെന്ന്. അപ്പോൾ അവർ അടുക്കളയിൽ നിന്ന് ചോദിച്ച്, എനിക്ക് പാത്രം തുടയ്ക്കാൻ തുണി താന്നു. അപ്പോൾ അവരത് കേട്ടില്ല. അപ്പോൾ അവിടെ സ്ലാബിൻ്റെ അവിടെ ഒരു ടീഷർട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി അവിടെ ചോദിച്ചു, ഇതാണോ പാത്രം തുടയ്ക്കാൻ തന്നേന്ന്. ഇവരങ്ങ് തുടങ്ങി നിന്ന്, നീ അതെങ്ങനെ ഹിന്ദിയില്ല, നീ അത് എങ്ങനെ അതിൻ്റെ അകത്ത് തൊട്ട്, അത് ഞാൻ ഇടുന്ന ഡ്രസ്സല്ലായിരുന്നോ നിന്നോട് പറയുന്നേരം. അവർ പറഞ്ഞു, മേഡം ഞാൻ അവിടെ നിന്ന് നിനക്ക് സൗണ്ട് തന്ന് നിന്നോട് ചോദിച്ചു പാത്രം തുടയ്ക്കാൻ തുണി തന്ന്, അപ്പം ഇതാണോന്ന് ഒന്നുകൂടെ അറിയാൻ വേണ്ടിയാണ് ഞാൻ എടുത്തോണ്ട് വന്നേ. എൻ്റെ കയ്യിലൊന്നും ഇങ്ങനെ അശുദ്ധമൊന്നുമില്ല, ഞാൻ കഴുകിയ പാത്രത്തിലല്ലേ നീ കഴിക്കുന്നത്, എന്നിട്ട് നിനക്ക് നിൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്നും. എന്നവർ ഒത്തിരി കരഞ്ഞ അവിടുന്ന് പോയി. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടോ? അവൾ കുറ്റം പറഞ്ഞിട്ട് പിന്നെ ഇവരെ അങ്ങ് ഓരോന്നിങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു താഴ്ത്തി കെട്ടിയുള്ളൊരിത്. അന്നേരം അവർ പറയാ, അവളും എനിക്ക് വെറുതെ പൈസ തരുന്നില്ല, ഞാനും കഷ്ടപ്പെട്ടിട്ടല്ലേ. അതൊത്തിരി പ്രായമുള്ള സ്ത്രീയായിരുന്നു. അപ്പം ഞാൻ ചെയ്ത് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടോ. എന്നിട്ട് അവർ പറഞ്ഞെന്ന് ഓഫീസിൽ പറഞ്ഞെന്ന്, ഇനി എനിക്ക് അവിടുന്ന് കോൾ വന്നാൽ എന്നെ ബ്ലോക്ക് ചെയ്തേരെ, ഞാൻ അവിടെ പോകത്തില്ലെന്ന്. നിങ്ങൾക്ക് ബെടുബെടായോ എൻ്റെ സംസാരം? അല്ല, ഞാനങ്ങ് പറഞ്ഞതാ ഓരോരുത്തരുടെ അവസ്ഥകളെ. എത്രമാത്രം ബുദ്ധിമുട്ടി എത്ര പേരുടെ നിന്ന കേട്ടു ഇവർക്ക് മാസം ഇത്ര രൂപ കിട്ടുന്ന. അവരും കുടുംബം പുലർത്താൻ വേണ്ടി ഇറങ്ങിയതല്ല. ചിലപ്പം അവരുടെ ഭർത്താവിന് സുഖമില്ലാത്തതാണ്, നേരത്തെ ജോലിക്ക് പോകുമായിരുന്നു, പിന്നെ ഷുഗറും ഇതൊക്കെയായി അയാൾ ജോലിക്ക് പോകുന്നില്ല, പിന്നെ ഇവർ ആ കുടുംബം പോറ്റാനായിട്ട് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ ചിക്കൻ പാറ്റീസ് ഉണ്ടായിരുന്നു, അതൊന്ന് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ബ്രെഡിൻ്റെ അകത്ത് ഇങ്ങനെ ഇച്ചിരി മയോണൈസും ടൊമാറ്റോ സോസും ചേർത്തിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ സവാളയും ടൊമാറ്റോയൊക്കെ വെച്ചിട്ട് അതൊന്ന് നമുക്കൊന്ന് ടോസ്റ്ററിൽ ടോസ്റ്റ് ചെയ്തെടുക്കാമേ. ഇതിപ്പോൾ ഞാൻ പിള്ളേർക്ക് ടിഫിൻ കൊണ്ടുപോകാനേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി ഞങ്ങൾക്ക് പഴം ഇരിപ്പുണ്ട്, കുറച്ച് പുട്ടുണ്ടാക്കാമെന്ന് വെച്ച്. കാരണം പഴം എങ്ങനെയും ഒന്ന് ചിലവാകണ്ടേ, അതവിടെ ഇരുന്നാൽ ഞാൻ തന്നെ തീർക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇപ്പം പ്രൈസനോട് തിന്നടാന്ന് പറയുന്നത് ഇച്ചിരി പഴുത്ത് പോകാന്ന് അവനൊന്ന് തിന്നും, ഇരുന്നിരിപ്പിൽ ഒരു 3-4 എണ്ണം തിന്നും തോന്നുവാണെങ്കിൽ. അപ്പം അവന്മാരുടെയൊക്കെ അഹങ്കാരമല്ലേ ഇതൊക്കെ. അപ്പോൾ പുട്ടുണ്ടാക്കുന്നത് ഇച്ചിരി ചോളപ്പൊടിയുണ്ട്, ചോളവും ഇച്ചിരി ഗോതമ്പൊടിയും കൂടി ഇട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനി ചോളം ഇച്ചിരി നാളായി, അത് ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ്. അപ്പോൾ അതങ്ങെടുത്ത് തീർക്കാമെന്ന് വെച്ച്. പുട്ടുപൊടി ഞാൻ നേരത്തെ കുഴയ്ക്കുന്നത് നിങ്ങൾ കണ്ടയാന്നല്ലേ, ഇച്ചിരി ലൂസായിട്ട് കുഴച്ചിട്ട് അതിട്ടിട്ട് പിന്നെ ഡ്രൈ പൗഡർ ഇട്ട് അങ്ങനെ പൾസ് ചെയ്ത് അതിപ്പോൾ ഞാൻ നേരത്തെ അതൊന്ന് കുഴച്ച് വെച്ചായിരുന്നു, അടച്ച് വെച്ചായിരുന്നേ. ഇനിയിപ്പോൾ അപ്പോഴത്തേക്കിന് അത്രയും നേരം അതൊന്ന് മയമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാം. ഈ പുട്ടും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടേ എത്ര നമ്മൾ സൂക്ഷിച്ച് പൊടിയൊക്കെ ഇട്ടാലും അവിടെയൊക്കെ ആവും. ഞാൻ എന്നാൽ സ്പൂണിൽ കോരിയാണ് ഇടുന്നത്, എന്നിട്ടും ഈ പാതാമ്പ്രമൊക്കെ ഒന്ന് കാണണം, മൊത്തത്തിൽ എങ്ങനെയായിരുന്നേലും പൊടിയായിരിക്കും. അപ്പം ഞാൻ ചായ കുടിക്കാൻ എടുത്തില്ലായിരുന്നു, അവർക്കൊക്കെ ചായ കൊടുത്ത്. അപ്പോൾ ചായക്കപ്പം അവിടെ റെഡിയാക്കി വെച്ചേക്കുന്നേ ഉള്ളൂ. ഈ പുട്ടൂടൊന്ന് തള്ളി ഇട്ടിട്ട് എനിക്ക് ചായ എടുക്കാമെന്ന് വെച്ച്.
അപ്പോൾ രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെയ്തു. അതിൻ്റെ എല്ലാം ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്നൊരു സുമാറില്ലായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പം ഞാൻ പിന്നെ ബീൻസൊക്കെ അരിഞ്ഞെടുത്തായിരുന്നു, അതുകൂടെ ഒന്ന് തോരൻ വെക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ നല്ല ഉഷാറായിരിക്കും, ചില ദിവസങ്ങളിൽ മറന്നു പോവും. ഭയങ്കര മറവിയാണ്, ഇപ്പം പ്രായമായി വരുമല്ലേ, ഒന്നുകൂടെ മറവിയാണ്. അപ്പം ഞാൻ ബീൻസൊക്കെ ഒന്ന് വെച്ച്, ബാക്കി ഞാൻ പറഞ്ഞില്ല പാത്രങ്ങൾ കഴുകിയായിരുന്നു, പാതാമ്പ്രം എല്ലാം തുടച്ചാൽ പുട്ടുണ്ടാക്കിയതായതുകൊണ്ട് മൊത്തം അവിടെ പൊടിയായിരുന്നു, അതെല്ലാം തുടച്ചെടുത്ത് വൃത്തിയാക്കി തുണി കഴുകാനിട്ട് അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കള കയറിയത്. അപ്പോൾ പിന്നെ തൈര് ഇച്ചിരി ഉണ്ടായിരുന്നു. ഇപ്പം തൈര് ഇപ്പോൾ ഇങ്ങനെ ഈ നമ്മൾ തവേലിയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലായതുകൊണ്ട് ഞാനങ്ങനെ മറ്റേത് കവറ് നമ്മൾ 1 ലിറ്ററല്ല വാങ്ങിക്കത്തുള്ളൂ. 1 ലിറ്റർ നമുക്ക് ഉറയും കൂടെ ഒഴിക്കാൻ ഇതെന്തോന്നോ കരിയാപ്പല ആയിരുന്നു, കരിയാപ്പല പൊടിഞ്ഞ കറിവേപ്പില. 1 ലിറ്റർ വാങ്ങിച്ചാൽ നമ്മൾ രാവിലെ 1/2 ലിറ്റർ എടുക്കും, വൈകിട്ടും 1/2 ലിറ്റർ. നമ്മളിപ്പം അല്ലാതെ കവർ പാൽ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ച് അങ്ങനെ ഉറയൊഴിക്കുമായിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ ചിലപ്പം തൈര്, പാക്കറ്റിലെ തൈര് കിട്ടും, അതായിരിക്കും വാങ്ങിച്ച് ഉറയൊഴിക്കുന്നത്. അപ്പോൾ എന്നും ഇവിടെ മോരാണെങ്കിൽ ഇവർക്ക് സന്തോഷം. അപ്പോൾ ഇനിയും കാണിക്കുന്നത് സൺഡേലത്തെ വീഡിയോയാണ്. ഞാൻ ഏത്തയ്ക്ക വാങ്ങിച്ച് ഈ കപ്പപ്പഴം എപ്പോൾ ചെന്നാലും അത് പച്ചയായിരിക്കും ഇരിക്കുന്നത്, പച്ചയാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചില്ല, വീട്ടിൽ കൊണ്ടുവന്നാൽ പഴുക്കും. പക്ഷേ ഇവിടെ കൊണ്ടുവന്നാലും ഞാനും അപ്പച്ചൻ മാത്രമേ തിന്നു, ഇവരാരും തിന്നത്തില്ല. പിന്നെ കൊച്ചുള്ളി വാങ്ങിച്ചു, കൊച്ചുള്ളി 1/2 കിലോ 60 രൂപ. അപ്പോൾ ഇവരുടെ തന്നെ ഇവരും വേറെ ആരാണ്ട് കൂടെ പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യുന്ന ഈ ലൈനിൽ തന്നെ ഒരു മലയാളി ഹോട്ടലുണ്ട്, ഹോളി സ്പിരിറ്റിൻ്റെ ഹോസ്പിറ്റൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇവരുടെ ഇവിടെ നെയ്യപ്പവും ഉണ്ണിയപ്പമൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയുണ്ടെങ്കിൽ ഭയങ്കര കട്ടി. അപ്പം നമുക്ക് ഞങ്ങൾ സാക്കിനൊക്കെ പോയി, എന്നാൽ ഇന്നലെ വെച്ച ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എന്നാൽ വൈകിട്ട് അവിടെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് പൊറോട്ട വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഈ മലയാളിക്കടയിൽ പൊറോട്ട ഉണ്ട് 20 രൂപ ഒരെണ്ണം. അപ്പം ഇവിടെ ഈ കടയിൽ നിന്ന് പുള്ളിക്കാരൻ പറഞ്ഞ്, ഞങ്ങൾ ചോദിച്ചു 1 പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചോണ്ടെങ്കിൽ നല്ലതല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന പുള്ളി പറഞ്ഞ് നിങ്ങൾ 5 മിനിറ്റ് നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞാൽ അവരിവിടെ കൊണ്ടുവരുമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചാ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം അതെങ്ങനെ ഉണ്ടെന്ന് ലെയറായിട്ട്. അങ്ങനെ അവിടെ ചെന്നോണ്ടേ ഒരു 1:30-1:45 സമയമാണ് ഞങ്ങൾ ചെന്നത്. ഭയങ്കര ഉച്ചയൂണിൻ്റെ ബഹളമാണ്. അപ്പോൾ നമുക്ക് പൊറോട്ട കാണാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെന്ത് ഒരു പൊറോട്ടയും തിന്നാൻ വാങ്ങിച്ച് ചെന്നെ നല്ല നെയ്യപ്പം ഇട്ടിരിക്കുക, നെയ്യപ്പവും വാങ്ങിച്ച് തിന്നോണ്ടേ ഈ ഒരു നെയ്യപ്പത്തിന് 20 രൂപ, പൊറോട്ട 20 രൂപ. ഞങ്ങൾ അവിടെ ഓരോന്നും വാങ്ങിച്ച്, കാരണം അവർക്ക് അത്രയ്ക്ക് ബിസി ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നങ്ങ് കഴിച്ചു. അപ്പോൾ അതിൻ്റെ പൈസ എക്സ്ട്രാ അങ്ങ് എടുത്താൽ മതിയല്ലേ. അപ്പോൾ രണ്ടും നല്ലതായിരുന്നു. അങ്ങനെ രണ്ടും ഞങ്ങൾ നെയ്യപ്പവും വാങ്ങിച്ച് 5 എണ്ണം, പൊറോട്ടയും ഞങ്ങൾ വൈകിട്ട് കഴിക്കാനായിട്ട് വാങ്ങിച്ച്. അപ്പോൾ ഇന്നലത്തെ ബീഫ് ഇത്തിരി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ തികയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തോ ഇതെന്നോ ഒരു 2 ഉരുളൻകിഴങ്ങും ടൊമാറ്റോയും എല്ലാം കൂടെ ഒന്ന് കുക്കറിൽ ആ ബീഫും കൂടെ ഇട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് വേവിച്ച് ഒരു പ്രത്യേക കറിയാക്കി. കാരണം ഇന്നലെ ഇച്ചിരി ഇത് ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ അതിൻ്റെ അകത്ത് ഉരുളൻകിഴങ്ങൊന്നും ഇട്ടില്ല, കാരണം അല്ലാത്ത ഒരു കറി ഉണ്ടാക്കിയതാണ്, ഉരുളൻകിഴങ്ങൊന്നും ഇടാതെ. പിന്നെ ഇന്ന് അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് ഈ ടൊമാറ്റോയും ഇല്ലായിരുന്നു. പിന്നെ ടൊമാറ്റോ വാങ്ങിച്ചായിരുന്നല്ലേ, ആ ടൊമാറ്റോ ഇടുപ്പ് ഇട്ടെണ്ണേ എന്തോ നല്ല ഉപ്പൊക്കെ അങ്ങ് റെഡിയായി. കറിയും നല്ല പൊറോട്ടയ്ക്ക് നല്ല സൂപ്പർ കറിയായിരുന്നു. ഞാൻ ഇച്ചിരി ഒന്ന് ലൂസായിട്ടാണ് എടുക്കുന്നത്. ഒത്തിരി കട്ടിയില്ലേലും ഒരു ലെയറുള്ളയാ, ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതൊന്ന് ആവി കയറ്റട്ടെ. ഒരു ദിവസം ഞാനിതിങ്ങനെ ഓവൻ്റെ അകത്ത് ചൂടാക്കി, അന്നേരം ശരിയാകത്തില്ല. ഇങ്ങനെ നമ്മൾ ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയുണ്ടേ അത് ഒരു വിസിലൂടെ അടിക്കണോ, അത് അങ്ങനെ തോന്നി എനിക്ക്. ഉരുളൻകിഴങ്ങൊക്കെ ഇച്ചിരിയും കൂടെ ഒക്കെ ഒന്ന് വെന്തായിരുന്നു നല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒരു വിസിലൂടെ അടിച്ചെടുത്ത്. അപ്പം ബീഫിൻ്റെ കഷ്ണങ്ങളൊന്നും അധികം ഇല്ല, പിന്നെ ഇച്ചിരി ഇറച്ചിച്ചാറായിട്ട് കഴിക്കാന്നേ ഉള്ളൂ, ഉരുളൻകിഴങ്ങും എല്ലാം കൂടി ഇട്ടോണ്ടേ. അപ്പം ഞാനന്ന് സൺഡേ ഇവർക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാനന്ന് പച്ചക്കറി മാർക്കറ്റിൽ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.